നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എനിക്ക് ഒരു പ്രശ്നമില്ലെന്ന്. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, സാരമില്ലെന്നേ. അവൾ എന്ത് പറഞ്ഞാലും നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ. പാവ അമ്മു, അവളൊന്ന് കണ്ട് സംസാരിച്ചാ മതിയായിരുന്നു. സ്വാതി പറഞ്ഞത് ശരിയാ, പക്ഷേ ഇവിടെ നടന്നതൊന്നും ഇനി എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. എനിക്ക് വേണ്ടി സഞ്ജു എന്റെ അമ്മൂനോട് ക്ഷമിച്ചേ പറ്റൂ. എനിക്കവള് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാ. സഞ്ജുനറിയാലോ. അമ്മുവിന്റെ ഓർമ്മകള് കുറച്ച് നഷ്ടപ്പെട്ടെന്ന് കരുതി നമുക്കവളെ കൈവിടാൻ പറ്റുമോ? സഞ്ജു തന്നെ ഒന്ന് ചിന്തിച്ച്. അറിയാലോ, ഞാനിപ്പോ ഇവിടെ ഈ വീട്ടില് സഞ്ജുന്റെ വധുവായി നിൽക്കുന്നത് എന്റെ അമ്മു കാരണോ? കാല് തളർന്ന് ജീവിതം തന്നെ കൈവിട്ടു പോയ എന്നെ സ്നേഹവും സാന്ത്വനവും തന്ന് കൈപിടിച്ച് നടത്തിയത് അവളാ. ഒടുവിൽ കതിർ മണ്ഡപത്തിൽ എന്നെ എത്തിച്ചതും അവളാ. പിന്നെ കല്യാണ ദിവസം എന്തെല്ലാം പ്രശ്നങ്ങൾ. അവിടെയും എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ആത്മാർത്ഥമായി നിന്നത് എന്റെ അമ്മുവാ. സഞ്ജു എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ളത് എന്റെ അമ്മുവിന്റെ വാശിയായിരുന്നു. അതവളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. എനിക്ക് വേണ്ടി അത്രയ്ക്ക് കഷ്ടപ്പെട്ടവൾ അമ്മു. ഒടുവിൽ അമ്മയോടൊപ്പം അവൾ ഇവിടെ എത്തിയത് നമ്മളെ രണ്ടാളെയും നിലവിളക്ക് കൊളുത്തി സ്വീകരിക്കാനാ. അതിന്റെ ഇടയില് എന്റെ അമ്മുവിന് ഈ അപകടം പറ്റിയത്. സത്യത്തിൽ എന്റെ അമ്മു ഈ അവസ്ഥയിലായത് എനിക്ക് വേണ്ടിയാ. അപ്പോ ഇനി അവളെ രക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ഞാനല്ലേ? അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എന്റെ അമ്മുവിനെ ഒരിക്കലും വെറുക്കില്ല. അവളുടെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ അവളുടെ ഒപ്പം തന്നെ നിൽക്കും. അതെന്റെ കടമയാ. അത് മറന്നാ പിന്നെ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്തിനാ? സഞ്ജു നോക്കിക്കോ, എന്റെ അമ്മു എന്നെ രക്ഷിച്ചതുപോലെ സ്നേഹം കൊണ്ട് ഞാൻ അവളെയും ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എനിക്കിപ്പൊ തന്നെ അമ്മുവിനെ കാണണം. നോക്കിക്കോ, ഉറപ്പായി അവൾ എന്നെ തിരിച്ചറിയും. അത്രയ്ക്ക് എന്നെ ഇഷ്ടം അമ്മുവിന്. ഇല്ല, സ്വാതിയെ അമ്മു തിരിച്ചറിയുമെന്ന് തോന്നുന്നില്ല. ഇല്ല, എന്നെ അവള് തിരിച്ചറിയും. ശരി, ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. സഞ്ജു, എന്താ? പിന്നെ അമ്മ എന്തു പറഞ്ഞാലും അമ്മനോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യല്ലേ. പാവം അവള്. ഇതിന്റെ റിക്വസ്റ്റ്. ഇല്ല, ഞാനൊന്നും പറയില്ല. എന്നെ കാണുമ്പോ ലച്ചു എങ്ങനെ പെരുമാറാന്ന് അറിയില്ല. എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയാ. കഥയിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായ വിവരം ഞാൻ അറിഞ്ഞില്ല. സഞ്ജുടാ, അതാരാ? അയ്യോ, നീ എന്താ പറഞ്ഞേ? നീ സഞ്ജുവിന്റെ ഭാര്യയാണെന്നോ? ഷോ, എന്നിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. എന്നായിരുന്നു കല്യാണം? അത് ഇന്ന് ക്ഷേത്രത്തിൽ വെച്ചാ സഞ്ജുട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്.
ആഹാ. ഇന്നോ? അതെ. സഞ്ജു, ഇവള് നടത്തിയ വെളിപ്പെടുത്തൽ സത്യമാണോ? നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയോ? കവിതേ, അനാവശ്യം പറയാനുള്ള സമയമല്ലത്. അയ്യോ, അനാവശ്യമല്ല മുത്തശ്ശ. സഞ്ജുട്ടൻ കിട്ടിയ താലിയാ ഇത്. സ്വാതി മോളെ, നീ ഇവിടെ ഒന്ന് കൊണ്ടുപോ. അയ്യോ, ഇതങ്ങനെ പൂഴ്ത്തി വെക്കാൻ പറ്റുന്ന കാര്യമാണോ? ഹാ, എവിടെ? ഇവളുടെ ഈ താലിയുടെ പിന്നാലെ കുറെ പോയതാ ഞാൻ. ഇപ്പതേ ഇവള് തന്നെ ഈ സത്യം വിളിച്ചു പറഞ്ഞിരിക്കല്ലേ. കാര്യം അറിയാതെ ഒരക്ഷരം ചെറിച്ചു പോയാ നിന്റെ ചെവിടടിച്ച് പൊട്ടിക്കും ഞാൻ. അച്ഛാ, എന്താ സംഭവിച്ചെന്നറിയാതെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു. നീ എന്റെ കൂടെ വാ. ഞാൻ വരില്ല. എന്നെ മുറിയിൽ പൂട്ടിയിടാനല്ലേ കൊണ്ടുവന്നത്? സഞ്ജുട്ടാ, എന്നെ കൊണ്ടുവരുന്നെന്ന് പറ. ഞാൻ സഞ്ജുട്ടിന് വേണ്ടി എങ്ങോട്ടും വരില്ല. നിന്നെ ഞാൻ ഒരിടത്തും പൂട്ടിയിടില്ല. നീ എന്റെ അനിയത്തിയല്ലേ. വാ എന്റെ കൂടെ. ഞാനാ നിന്നെ വിളിക്കുന്നെ. നിങ്ങൾ ആരെയും ഞാൻ വിശ്വസിക്കില്ല. ഇതുപോലെ ഈ അപ്പച്ചി സ്നേഹം നടിച്ചു വിളിച്ചോണ്ട് പോയതാ. ഞാൻ പറഞ്ഞില്ലേ, സഞ്ജുട്ടിന്റെ അടുത്തുനിന്ന് ഒരിടത്തേക്കും ഞാനില്ല. നീ അവളുടെ കൂടെ ചെല്ല്. ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനാ പറയുന്നേ. ചെല്ല്. സഞ്ജു പറഞ്ഞത് കേട്ടില്ലേ? വാ, എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കണം. സഞ്ജുട്ടാ, എന്നെ ഇവിടെ വിട്ടു പോവല്ലേ. എനിക്ക് സഞ്ജുട്ടനല്ലാതെ വേറെ ആരുമില്ല. മോളെ, നീ ഇങ്ങ് വാ. നീ ഇവളുടെ കൂടെ ചെല്ല്. സഞ്ജു ഇവിടെ തന്നെയുണ്ട്. നിന്നെ ഇവിടെ വിട്ടിട്ട് അവൻ ഒരിടത്തും പോവില്ല. വാ, നീ അവളുടെ കൂടെ ചെല്ല്. ചെല്ല് മോളെ, ചെല്ല് മോളെ. നിക്ക്, നിങ്ങൾ എന്നെ എവിടേക്കാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? നീ പേടിക്കണ്ട. നിന്നെ ഉപദ്രവിക്കാനൊന്നുമല്ല ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നേ. എന്നെ മുറിയിൽ പൂട്ടിയിടാനല്ലേ? സ്നേഹം കാണിച്ച് എന്നോടൊരാള് ചെയ്തത് അതാ. നോക്കമ്മു, ഞാൻ അമ്മു അല്ല, ലച്ചു ആണ്. എത്ര തവണ ഞാനത് പറയണം? ശരി, തെറ്റിപ്പോയി. എന്തിനാ അങ്ങനെ തെറ്റുന്നത്? നിങ്ങൾ പേര് മാറ്റി വിളിച്ചാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ? എന്റെ മോളെ, നിനക്കിതെന്താ പറ്റിയത്? നിന്റെ മനസ്സില് ഈ ചേച്ചിയുടെ മുഖം പോലും ഇല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.